and that's the wicket. This time around, there's... Oh, has he got another one? This is brilliant bowling. I think it's just taken a little bit of drift away. Deep mid-wicket, over him. 100 of just 35 balls. It's the 14-year-old boy. English goes down. Straight to the fielder at long on. Could this be the match? Liam Livingstone on the boundary. CB fans will never ever forget. ഇന്ത്യൻ പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ IPL ക്രിക്കറ്റ് ലോകത്തിന്റെ ഹൃദയമിടിപ്പ് തന്നെ എന്ന് പറയാം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം IPL വലിയ പ്രതീക്ഷകളോടും ആവേശത്തോടും കൂടി ആരംഭിച്ചിരിക്കുകയാണ്. പുതിയ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നടന്ന മിനി ഓപ്ഷൻ ടീമുകളുടെ രൂപത്തിൽ ചെറുതെങ്കിലും നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ചില ടീമുകൾ അവരുടെ പഴയ ശക്തി നിലനിർത്താൻ ശ്രമിച്ചപ്പോൾ ചിലർ പുതിയ മാച്ച് വിന്നേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവന്ന് ശക്തിപ്പെടുത്തി. ഈ സീസണിൽ 10 ടീമുകളാണ് മത്സരിക്കുന്നത്. ഓരോ ടീമും ചില പ്രധാന താരങ്ങളെ റിട്ടേൺ ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഒഴിവുകൾ ഓപ്ഷൻ വഴി പൂരിപ്പിച്ചു. ഇതിലൂടെ ടീമുകളുടെ ബാലൻസ്, ഡെപ്ത്, മാച്ച് വിന്നിംഗ് എബിലിറ്റി എന്നിവയിൽ മാറ്റങ്ങൾ കാണാം. ആദ്യം ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ച് നോക്കാം. MS ധോണിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി കിരീടം ലക്ഷ്യമിടുന്ന ടീമാണ് CSK. രുദ്രാജ് ഗേക്വാദ്, ശിവം ദുബെ, സഞ്ജു സാംസൺ പോലുള്ള യുവതാരങ്ങളും ടീമിന്റെ ബാക്ക് ബോൺ ആണ്. പുതിയ ചേർക്കലുകൾ ബാറ്റിംഗ് ലൈനപ്പിനെ ശക്തമാക്കുന്നു. പക്ഷേ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ച് ഡെത്ത് ഓവേഴ്സ് കുറച്ച് ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മികച്ച സാധ്യതയുണ്ടെങ്കിലും ചില മത്സരങ്ങളിൽ അത് പ്രശ്നമാകാം. അടുത്തത് മുംബൈ ഇന്ത്യൻസ്. എപ്പോഴും പോലെ ഈ വർഷം ഏറ്റവും ശക്തമായ ടീമുകളിൽ ഒന്നാണ്. രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ് എന്നീ മാച്ച് വിന്നേഴ്സ് ടീമിന്റെ പ്രധാന ശക്തിയാണ്. ബോളിംഗിലും ബാറ്റിംഗിലും ബാലൻസ് ഉള്ളതിനാൽ ഇവർ മികച്ച മത്സരാർത്ഥികളാണ്. എന്നാൽ ഓപ്ഷൻ ബഡ്ജറ്റ് കുറവായതിനാൽ ബെഞ്ച് സ്ട്രെങ്ത് കുറവാണ് എന്നത് ഒരു ചെറിയ ആശങ്കയാണ്. ഗുജറാത്ത് ടൈറ്റൻസ് സ്ഥിരതയുടെ മറ്റൊരു പേര്. ശുഭ്മാൻ ഗിൽ, റാഷിദ് ഖാൻ, മുഹമ്മദ് സിറാജ്, ജോസ് ബട്ട്ലർ എന്നിവരുടെ സാന്നിധ്യം ടീമിനെ ശക്തമാക്കുന്നു. ബോളിംഗ് അറ്റാക്ക് വളരെ ശക്തമാണ്. എന്നാൽ മധ്യനിര പ്രകടനം ചിലപ്പോൾ സ്ഥിരതയില്ലാത്തതാണ്. ഇത് ടീമിന് ഒരു വെല്ലുവിളിയാണ്. പഞ്ചാബ് കിങ്സ് ഈ വർഷം പുതിയ പ്രതീക്ഷകളോടെയാണ് ഇറങ്ങുന്നത്. ശ്രേയസ് അയ്യരുടെ ലീഡർഷിപ്പ്, അർഷദീപ് സിംഗിന്റെ ബോളിംഗ്, ചഹൽ പോലുള്ള സ്പിൻ ഓപ്ഷൻസ് എന്നിവ ടീമിന്റെ പ്ലസ് പോയിന്റ്സ് ആണ്. എന്നാൽ ഫിനിഷിംഗ് സ്റ്റേജസിൽ സ്ഥിരതയില്ലാത്തത് വലിയ മൈനസ് പോയിന്റ് ആണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അഗ്രസീവ് ഓപ്ഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ താരങ്ങളെ സ്വന്തമാക്കി. സുനിൽ നരൈൻ, കാമറോൺ ഗ്രീൻ പോലുള്ള ഓൾറൗണ്ടേഴ്സ് ടീമിന്റെ സ്ട്രെങ്ത് ആണ്. മിഡിൽ ഓർഡർ വളരെ ശക്തമാണെങ്കിലും ടീം സ്റ്റെബിലിറ്റി കുറവാണ്. ഡൽഹി ക്യാപിറ്റൽസ് മിച്ചൽ സ്റ്റാർക്ക്, കുൽദീപ് യാദവ് എന്നിവരുടെ ബോളിംഗ് അറ്റാക്ക് ശക്തമാണ്. പക്ഷെ ബാറ്റിംഗ് ഓർഡർ സ്ഥിരതയില്ലാത്തത് പ്രശ്നമാണ്. രാജസ്ഥാൻ റോയൽസ് യുവതാരങ്ങളും എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സും ചേർന്ന നല്ലൊരു സ്ക്വാഡാണ്. ജയ്സ്വാൾ, ആർച്ചർ, രവീന്ദ്ര ജഡേജ പോലുള്ള താരങ്ങൾ ടീമിനെ ശക്തമാക്കുന്നു. എന്നാൽ അവരുടെ മിഡിൽ ഓർഡറിന്റെ സ്ഥിരതയില്ലായ്മ ഒരു വെല്ലുവിളിയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എപ്പോഴും പോലെ ശക്തമായ ബാറ്റിംഗ് ലൈനപ്പ് ഉള്ള ടീമാണ്. എന്നാൽ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും ഒരു വലിയ പ്രശ്നമാണ്. നോക്കൌട്ട് പ്രഷറിൽ പെർഫോമൻസ് കുറയുന്നത് ഇവരുടെ പഴയ പ്രശ്നം തന്നെയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് യുവതാരങ്ങൾ കൂടുതലുള്ള ടീമാണ്. എനർജി ഉണ്ട്, ടാലന്റ് ഉണ്ട്. പക്ഷെ എക്സ്പീരിയൻസ് കുറവായതിനാൽ ബിഗ് മാച്ചസിൽ സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ലക്നോ സൂപ്പർ ജയൻസ് നല്ല മിഡിൽ ഓർഡറും ഓൾറൗണ്ട് ഡെപ്തും ഉള്ള ടീമാണ്. എന്നാൽ ഇഞ്ചുറീസും ബോളിംഗ് ഇൻകൺസിസ്റ്റൻസിയും ഇവരുടെ പ്രധാന പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ഓരോ ടീമിനും അവരുടെ സ്വന്തം ശക്തികളും ദൗർബല്യങ്ങളുമുണ്ട്. എന്നാൽ ഓവറോൾ ആയി നോക്കുമ്പോൾ ഈ വർഷം IPL കിരീടത്തിലുള്ള ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ടീമുകൾ മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസ് എന്നിവരാണ്. അതേസമയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, പഞ്ചാബ് കിങ്സ് പോലുള്ള ടീമുകൾ ഡാർക്ക് ഹോഴ്സ് ആയി മാറാനും സാധ്യതയുണ്ട്. അവസാനമായി പറയുന്നു, IPL സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, അത് ഒരു ഇമോഷൻ ആണ്. ഓരോ മാച്ചും അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു ദിവസം വീക്കസ്റ്റ് ടീം പോലും സ്ട്രോങ്ങസ്റ്റ് ടീമിനെ തോൽപ്പിക്കും. അതാണ് IPL സൗന്ദര്യം. അതിനാൽ ആരാണ് ഈ വർഷം കിരീടം നേടുക എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. അവസാന ബോൾ വരെ സസ്പെൻസ് ഉണ്ടാകും. ഇതാണ് IPL, ഇതാണ് ക്രിക്കറ്റ്, ഇതാണ് ആരാധകരുടെ ആവേശം.